അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? നമുക്കറിയാം, നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളിലൂടെ ശരിക്കും ആ തങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഡെയിലി എത്ര സ്വലാത്ത് ചൊല്ലുന്നുവോ, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ സ്വലാത്ത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നുവോ, അത്രത്തോളം ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ, ആ തങ്ങളിലേക്കുള്ള അടുപ്പം, ഇതൊക്കെ വർദ്ധിക്കുക എന്നല്ലാണ്ട് ഒരിക്കലും കുറയൂലല്ലേ? അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമുക്കതിലേക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്, കൂടുതൽ റിലേഷൻ വരും. അതേപോലെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോരോ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ അത് മലക്കുകൾ ഇന്ന ആളുടെ സ്വലാത്താണ് ഹബീബ് എന്ന് പറഞ്ഞ് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ ഹബീബ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ആ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തുന്നുണ്ട്. അതൊക്കെ അവിടത്തോടുള്ള ഇഷ്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണമാക്കട്ടെ പഠിച്ചോനെ. ആമീൻ. മഹാനായ സഅദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാലേ. ഓരൊക്കെ ചരിത്രം കേൾക്കുമ്പോൾ ശരിക്കും നമ്മളൊക്കെ സ്നേഹിക്കുന്നത് അവരൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ ഒരംശം പോലും ആയിട്ടില്ലല്ലോ എന്നോർത്ത് നമ്മളൊക്കെ ഹൃദയം പൊട്ടി ഒരു പക്ഷെ മരിക്കും. അത്രത്തോളം ഇഷ്ടമായിരുന്നു, അത്രത്തോളം സ്നേഹമായിരുന്നു അവർക്കൊക്കെ. മഹാനായ സഅദ് റളിയല്ലാഹുവിനോട് തൻ്റെ മാതാവ് പറയുന്നുണ്ട്, നീ മുഹമ്മദിൻ്റെ മതം ഉപേക്ഷിക്കാത്ത കാലത്തോളം ഈ വീട്ടിൽ നിന്നും ഞാൻ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കൂലാന്ന്. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുക. തൻ്റെ മാതാവ് ഒരു പച്ചവെള്ളം പോലും വീട്ടിൽ നിന്ന് കുടിക്കണില്ല. മാതാവ് പട്ടിണിയാണ്. പട്ടിണി കടന്ന് മാതാവ് അവശയായിപ്പോയി. പല സമയത്തും മഹാനവറുകൾ തൻ്റെ മാതാവിനോട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ നിർബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ മാതാവ് ഈ ഒരു തീരുമാനത്തിൽ, അഥവാ മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് നീ എന്നു മാറുന്നു അന്നേ ഞാൻ ഭക്ഷിക്കുകയോ അന്നേ ഞാൻ വെള്ളം പോലും കുടിക്കുകയുള്ളൂ. ആ സമയം മഹാനവറുകൾ തൻ്റെ ഉമ്മയോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ അറിയോ? ഉമ്മ, എനിക്ക് നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട്, ഒക്കെ ശരിയാ, നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ ഞാൻ അതിനേക്കാൾ കൂടുതൽ അള്ളാനെയും അവൻ്റെ പ്രവാചകനെയും സ്നേഹിക്കുന്നുണ്ട്. വല്ലാഹി, നിങ്ങൾക്ക് 1000 ആത്മാവുണ്ടെങ്കിൽ അതിൽ ഒന്നൊന്നായിട്ട് വേർപ്പെട്ടാൽ പോലും ഈ മതത്തിൽ നിന്നും, മുഹമ്മദിൻ്റെ മതത്തിൽ നിന്നും, മുഹമ്മദിൽ നിന്നും ഒരടി പോലും ഞാൻ പിന്മാറൂല ഉമ്മാന്ന് ആ ഉമ്മയോട് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു. ശരിക്കും എന്താല്ലേ ആ ഒരു ഇഷ്ടം, എന്തായാലും അവരുടെ കരി ഈമാന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഈമാൻ ശരിക്കും പൂർത്തിയാകുന്നത് ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, മറ്റു ജനങ്ങളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാൻ നിങ്ങളിലേക്ക് ആകുമ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നത് എന്നാണ് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. പടച്ച റബ്ബ് അവൻ്റെ കൃപ കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.